പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, മാർച്ച് മാസം 11-ാം തീയതി ഇന്ന് ഏങ്ങണ്ടിയൂർ ഇടവകയിൽ അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലുള്ള വാർഷിക ധ്യാനം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുമല്ലോ. ഹല്ലേലൂയ. ഇന്ന് ഈശോ നമുക്ക് നൽകുന്ന വചനം അത് 7-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനമാണ്. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലൊക്കെയുള്ള വിഷയങ്ങൾ എനിക്ക് തോന്നാറുണ്ട്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ വിവേകം, ആലോചന, ആത്മശക്തി ഇതൊന്നും നമുക്ക് വേണ്ട വിധത്തിൽ ഇല്ലാത്തതുകൊണ്ട് പറയേണ്ടാത്ത കാര്യങ്ങൾ പറയും, പറയേണ്ട കാര്യങ്ങൾ പറയില്ല. പിന്നെ ഇങ്ങനെ ഈ രീതിയിൽ, അതായത് വിവേകത്തോടെ സംസാരിക്കുന്ന ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാൻ. നമുക്കൊരു പ്രതികൂലമായ സാഹചര്യം വന്നു, അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ ദൈവം എങ്ങനെയാണ് കർത്താവ് ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിക്കേണ്ടത്, അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്ത നമുക്കില്ലാത്ത വിധത്തിൽ തീർത്തും ലോകത്തിൻ്റെ മനുഷ്യരെ പോലെ നമ്മൾ വ്യാപരിക്കുന്നു എന്നത് സ്വർഗത്തെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഓരോ നോമ്പ് കാലവും, പ്രത്യേകിച്ച് അതിൽ തന്നെ ഓരോ വാർഷിക ധ്യാനങ്ങളും ഈശോ വളരെ പ്രത്യേകമായ ഈ ഒരു ബോധ്യത്തിൽ ആഴപ്പെടാനുള്ള അവസരമാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് തുടങ്ങുന്ന ഏങ്ങണ്ടിയൂർ ഇടവകയിൽ വാർഷിക ധ്യാനത്തിന് വേണ്ടി കൂടി, കാരണം നിങ്ങൾക്കറിയാമല്ലോ നമ്മളൊരു കുടുംബ കൂട്ടായ്മയാണിത്. ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്കറിയാം, അച്ഛന് ഇപ്പോൾ ഈ ദൈവരാജ്യ ശുശ്രൂഷ അച്ഛൻ നിർവഹിക്കുന്നത്, വചനത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം നിർവഹിക്കുന്നത് ഏങ്ങണ്ടിയൂർ ഇടവക എന്ന ആ ദേവാലയത്തിൽ വെച്ചുകൊണ്ടാണ്, ആ ഒരു ഇടവകയിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദേശത്തെ ജനത്തോട്, അല്ലെങ്കിൽ ഈ ഇടവകയിലെ ജനത്തോട് അച്ഛനൊരു പ്രത്യേക കടപ്പാടും ഉത്തരവാദിത്വവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിട്രീറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് അച്ഛൻ്റെ കൂടെ ഒരു ആത്മീയ അഭിവൃദ്ധിക്കുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ, അല്ലേ? ഹല്ലേലൂയ. യേശു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.